അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രന്റെ ഓർമ്മയിൽ നക്ഷത്രവനം ഒരുങ്ങുന്നു. അന്തരിക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനം പൂർത്തീകരിക്കുക എന്ന നിലയിലാണ് നക്ഷത്രവനം ഒരുക്കുന്നത്. മേത്തോട്ട് താഴം പൈക്കാട്ടുകാവിൽ ഭഗവതി ക്ഷേത്ര വളപ്പിലാണ് 27 നക്ഷത്രങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 27 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ക്ഷേത്രം തറവാട്ട് അംഗങ്ങളും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രതിനിധികളും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു. 27 വൃക്ഷത്തൈകളും എത്തിച്ചു കൊടുക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത് വടകര സ്വദേശിയായ എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരിയാണ്. ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം നക്ഷത്രവനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഓരോ നക്ഷത്രക്കാരും അവരവരുടെ നക്ഷത്ര വൃക്ഷം പരിപാലിക്കുന്നത് കൊണ്ട് അത് അവർക്ക് ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ആ വൃക്ഷം അവർക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ ഗാലക്സിയിൽ അശ്വതി എന്ന നക്ഷത്ര സമൂഹമുണ്ട്. ഈ അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ്ജകണങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ കാഞ്ഞിരം സ്പീഷീസിൽപ്പെട്ട ഈ മരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ കാഞ്ഞിരം സ്പീഷീസിൽപ്പെട്ട, അതായത് കാഞ്ഞിരത്തിൻ്റെ സ്വഭാവമുള്ള മരങ്ങൾ, ആ മരങ്ങൾ അശ്വതി എന്ന നക്ഷത്ര സമൂഹം പുറപ്പെടുവിക്കുന്ന ഊർജ്ജകണങ്ങളെ വലിച്ചെടുത്ത് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യുന്നവർക്ക്. ഒരു പ്രഭാഷണത്തിൽ ശ്രീ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത് ഈ അശ്വതി എന്ന നക്ഷത്രക്കാരനും ഈ കാഞ്ഞിരം സ്പീഷീസിൽപ്പെട്ട മരങ്ങൾ തമ്മിൽ പോലും അവയുടെ ഘടനയിൽ പോലും ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. സാറ് എന്നും വൃക്ഷങ്ങൾക്ക് വേണ്ടി, ചുറ്റും പച്ചപ്പുണ്ടാകാൻ വേണ്ടി, അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ജീവിതം സാർത്ഥകമാക്കി അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അദ്ദേഹം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും മുന്നോട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും. സാറ് ചെയ്ത പോലെ, മാഷ് ചെയ്ത പോലെയൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. മാഷ് ചെയ്തു തന്നതിൻ്റെ ആ ഒരു അനുഗ്രഹത്തിൻ്റെ ധൈര്യത്തിൽ, ആ ഒരു ശക്തിയിൽ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് കൂട്ടായ്മയിൽ പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡോക്ടർ പി കെ രജുല, പ്രൊഫസർ ശോഭീന്ദ്രന്റെ മകൾ ബോധികൃഷ്ണ, പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, കെ വി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 12 ഏക്കറിലേറെ പരന്നുകിടക്കുന്ന ക്ഷേത്രവളപ്പിൽ മുകൾ ഭാഗത്തായാണ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ആദ്യ വൃക്ഷത്തൈയായി അശ്വതി നക്ഷത്രത്തെ പ്രതിനിധീകരിക്കുന്ന കാഞ്ഞിരത്തൈ ക്ഷേത്രം കാരണവർ പൈക്കാട്ടുകാവിൽ ബാലകൃഷ്ണൻ നട്ടു. പിന്നാലെ മറ്റ് നക്ഷത്രങ്ങളുടെ വൃക്ഷത്തൈകളും നട്ടു. ഓരോ വൃക്ഷത്തൈയും പരിപാലിക്കാൻ ഓരോരുത്തർക്ക് ചുമതല നൽകി. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു. തുടർ പ്രവർത്തനങ്ങൾ നടത്തും. ഏതെങ്കിലും വൃക്ഷത്തൈ നശിച്ചു പോയാൽ പകരം എത്തിച്ചു നൽകുമെന്ന് ശ്രീരാമൻ നമ്പൂതിരി ഉറപ്പു നൽകി. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.